എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള വീഡിയോയ്ക്കുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നും നല്ല 2 റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കഞ്ഞി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ഡിഷൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു. അതൊന്ന് ചൂടായി വരട്ടെ. ആ നേരം കൊണ്ട് തന്നെ ഞാൻ കയ്യോട് നമ്മുടെ അരിയൊക്കെ ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അരി കഴുകി നേരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സോയ വെച്ചിട്ടുള്ള ഒരു ഉലർത്താണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ വലിയ സോയയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തന്നെ ചൂടായി വന്നതിലേക്ക് നമ്മുടെ സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ സോയ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉലർത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉലർത്ത് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അത് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അവിടെ വെള്ളത്തിൽ കൊട്ടി ഒന്ന് കുതിർന്ന് അതൊന്ന് വെന്ത് വരാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. ഇപ്പോൾ അത് നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലപോലെ തിളവുന്ന സമയത്ത് നമ്മൾ വെള്ളം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സോയ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം അത് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി മാറ്റി പിന്നെ കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ സോയ നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ. വെള്ളം ഒരു തുള്ളി പോലും ഇല്ലാണ്ട് നമ്മൾ കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ സോയ ഇത് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതൊന്നെടുത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് കുറച്ച് കൂടുതൽ ഉള്ളി വേണം. അപ്പോൾ നോക്കുമ്പോൾ വലിയ ഉള്ളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ചെറുതാണെങ്കിൽ നമുക്കൊരു 3 4 ഒക്കെ എടുക്കാം കേട്ടോ. 150 ഗ്രാം നമ്മൾ സോയ എടുത്തത് കൊണ്ട് തന്നെ വലിയ സോയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേശം പെരണ്ട് കിടക്കും പോലെ ആയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വലിയതായ കാരണം കൊണ്ട് ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് മസാലക്കൂത്ത് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊന്നും മസാലയെല്ലാം കുറവാണ് പറഞ്ഞാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ ഫ്രഷായിട്ട് മസാല വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഒന്ന് വേറെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 റെസിപ്പി തന്നെയാണ് നമ്മൾ ഇന്നും കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്ത് 1/2 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്ത് 1 സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി മുളക് ഒരു 5 ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 അല്ല, ഞാൻ 4 ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് നമുക്ക് എരിവിനനുസരിച്ച് ശരിക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ 1.5 സ്പൂൺ വരെ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനത് 1/2 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്താ പറഞ്ഞാൽ കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ കുരുമുളകിൻ്റെ എരിവ് കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 സ്പൂണിൽ ഒതുക്കിയത് കേട്ടോ. ശരിക്കും നമുക്ക് 1 സ്പൂൺ മുതൽ 1.5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. എരിവ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ വറുത്ത് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചീൻചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം ചേർത്ത് 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അത് വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നമ്മൾ പൊടിച്ചുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കുരുമുളകിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ വീഡിയോ പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരേ സമയം പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും വഴണ്ടി എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മസാലയും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പാകമാകുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 2 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുളിപ്പുള്ള തക്കാളി തന്നെയാണ് 2 ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ തക്കാളിയിൽ വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് നമ്മളെ തക്കാളി ഒന്നുകൂടെ വഴണ്ടി വരാൻ റെഡിയാകും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് നമ്മൾ 1 വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം. ഞാൻ പിന്നെ ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ റൈസിനൊക്കെ വെളിച്ചെണ്ണ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കൂടുതലും വെളിച്ചെണ്ണയിലാണ് നമ്മുടെ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ആ വെളിച്ചെണ്ണയുടെ ആ മണമൊന്നും നമുക്ക് വരില്ല കേട്ടോ. പിന്നെ ഒരുവിധം ജസ്റ്റ് ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തേക്ക് നമുക്ക് ഉപ്പും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ജീരകശാല അരി എടുത്തിരിക്കുന്നത് അത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനവിടെ കിടന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ സോയ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഉള്ളിയും തക്കാളിയും നമ്മുടെ സോയയുടെ എല്ലാ സൈഡിലേക്കും വരുന്നത് മാതിരി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന റൈസാണ്. ഇപ്പോൾ റൈസ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാനും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ഈ ഒരു കോംബോ കാണിക്കുമ്പോൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതവിടെ ഒന്ന് റെഡിയായി വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ സോയയിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കുരുമുളകിൻ്റെ എരിവും വറ്റൽമുളകിൻ്റെ എരിവുമാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ളത്. അതിലും മെയിനായിട്ട് നമ്മൾ എരിവ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ എരിവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ നേരം വരെ നമ്മുടെ സോയയിൽ ഉപ്പ് ചേർക്കാത്ത കാരണം ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ അങ്ങനെ നല്ലപോലെ ഒന്ന് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ സോയിലേക്ക് പിടിച്ച് വരണം കേട്ടോ. ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതൊന്നെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീ കിടന്ന് നല്ലപോലെ തന്നെ വഴണ്ട് നമ്മുടെ സോയിലേക്ക് ഉപ്പും എരിവും മുളകും ഒക്കെ പിടിച്ച് വരട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ദം ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ സോയ ഒരുവിധം ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയി കളർ ചേഞ്ചായിട്ട് വരണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. കുരുമുളകിൻ്റെ അളവ് കൂടുന്തോറും നമ്മുടെ സോയയുടെ ഡാർക്ക്നെസ് കൂടും കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ തീയിലിട്ട് ഇതുപോലെ നല്ലപോലെ വഴറ്റി എടുക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ അധികം കളറ് കറക്റ്റായിട്ട് കാണില്ല കേട്ടോ. നല്ല ഡാർക്ക് തന്നെ ആയിരുന്നു. നമ്മുടെ ഫോണിൽ അധികം കളറ് കാണുന്നില്ല. അതാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ലൈറ്റായി തോന്നുന്നത്. പിന്നെ ഞാൻ കുറച്ച് മല്ലിത്തല കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ടേസ്റ്റ് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളുമാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി വതക്കുന്ന സമയത്ത് അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം സിമ്പിളായിട്ടും ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള റെസിപ്പികളാണ് കേട്ടോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൂടുതലായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പിന്നെ അതെല്ലാം ഒഴിവാക്കി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സോയ എങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എന്താ പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ മസാല എല്ലാം പിടിച്ച് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റൈസിൻ്റെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ചോറും അതുപോലെ തന്നെ രസവും അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ സോയ എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ കുട്ടികൾക്ക് കൂടുതൽ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് അതുപോലെ സോയൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക കഞ്ഞിയും ചെറുപയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് വിളമ്പി കൊടുത്തിട്ടുണ്ട്, സോയ വിളമ്പി കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാലഡ് വിളമ്പി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നോൺ വെജിന് പകരം നമുക്ക് വെജിറ്റേറിയൻകാർക്കായാലും നോൺ വെജിറ്റേറിയൻകാർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അല്ലേ സോയ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ എരിവ് നമുക്ക് അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കുക. നല്ല പോലെ തന്നെ പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സോയയും റൈസും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.